ഇടുക്കിയിലെ വീണ്ടും അവിടുത്തെ ജനവാസ മേഖലയിൽ ഭീതി പരത്തി ചക്കക്കൊമ്പനും ഒപ്പം പടയപ്പയും ജനവാസ മേഖലയിൽ ഇറങ്ങി. ചിന്നക്കനാലിൽ സിംഗുകണ്ടത്താണ് ചക്കക്കൊമ്പൻ വീട് ആക്രമിച്ചത്. കൂനം മാക്കൽ മനോജ് മാത്യുവിന്റെ വീട് ഇടിച്ചു തകർക്കാനായിരുന്നു ശ്രമം. ആനയെ തുരത്തുവാനുള്ള ശ്രമം തുടരുകയാണ്. പടയപ്പയുള്ളത് ദേവികുളം മിഡിൽ ഡിവിഷനിലാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. கையை கீ வச்சு வாங்க கூடாது பாப்பா. பாக்கட்டும் பிள்ளைய லைட் அடிக்காதுங்கடா வளர்க்கலைங்களா லைட் அடிச்சுட்டு இருக்கோம். நீ பாரு ഇങ്ങോട്ട് കൂടെ ജയൻ രാജു ഉണ്ട് നമുക്കിപ്പം. ജയൻ, ഗുഡ് മോർണിംഗ്. ജയൻ, നമ്മളെ ഈ ഇടുക്കിയെ കുറിച്ചും വയനാട്ടിനെ കുറിച്ചും ഒക്കെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എത്തിക്കുന്നുണ്ട്, അത് കാണുന്നുണ്ട്. പറയേണ്ടി വരുന്നതിൽ നമുക്കും വിഷമമാണ്. കാരണം എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം, അത് ആ വീട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം, വീടൊക്കെ പൊട്ടിയ അവസ്ഥയിലാണല്ലേ. ഈ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ? അവിടെ വനം വകുപ്പ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അടക്കം എത്തിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ അവിടെ? തീർച്ചയായിട്ടും ചെയ്തു. എല്ലാ ദിവസവും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ജില്ലയിൽ ഉണ്ടാകുന്നു എന്നത് പറയുന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ പുലർച്ചെ 4 മണിക്കാണ് ചക്കക്കൊമ്പൻ ഈ സിംഗുകണ്ടത്തെ വീടിന് നേരെ ആക്രമണം നടത്തിയത്. വീടിന്റെ വാതിൽ തകർക്കാനാണ് ശ്രമിച്ചത്. പെട്ടെന്ന് ഓടി വന്ന് വാതിലിട്ട് കുത്തിയതിനു ശേഷം ആന മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ ആ ആക്രമണത്തിൽ ആ വീടിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീടിന്റെ പല ഭാഗത്തും പൊട്ടൽ വീണിട്ടുണ്ട്. വാതിൽ തകർന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ആന ഇതുവഴി തന്നെ കടന്നു പോയിരുന്നു. പക്ഷേ അന്നേരം യാതൊരു പ്രശ്നങ്ങളും ആക്രമിക്കാനൊന്നും മുതിർന്നില്ല. ഈ വീടിന്റെ ഓപ്പോസിറ്റും മറ്റ് ചെറിയ കടകളുണ്ട്. ആ കടകൾ ഇതിനു മുമ്പ് അരിക്കൊമ്പനും അതോടൊപ്പം തന്നെ ഈ ചക്കക്കൊമ്പനും മുട്ടവാലിനും ഒക്കെ തകർത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ സിംഗുകണ്ടം എന്ന് പറയുന്നത്. ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു മേഖലയാണ്, ജനവാസ മേഖലയാണ്. അതിന് സമീപത്താണ് ഇപ്പോൾ ചക്കക്കൊമ്പനുള്ളത്. ചിന്നക്കനാലിലെ RRT സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ആനയെ അവിടെ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. രാത്രി സമയമായതുകൊണ്ട് ഈ ആനയെ മാറ്റുന്ന നടപടികൾക്ക് അല്പം തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ വെളിച്ചം വീണ ഉടൻ തന്നെ ആനയെ അവിടെ നിന്ന് നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും.